ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ ഫോർ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഉള്ള ബോഡീസ് എല്ലാം റിജിഡ് ബോഡീസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഷേപ്പ് കണ്ടിന്യൂസ് ആയിരിക്കും. മാസ് ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ യൂണിഫോം ആവാം, നോൺ യൂണിഫോം ആവാം, പക്ഷേ ഷേപ്പ് എല്ലാം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബോഡി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, നമുക്ക് ഡിസ്ക്രീറ്റ് മാസുകളാണുള്ളതെങ്കിൽ നമ്മൾ ജസ്റ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഉദാഹരണം IXXS ആണെങ്കിൽ എന്ത് ചെയ്തു, MI/YI² + ZI² ഇങ്ങനെ എഴുതി. ഓരോ ടേമുകൾ നമ്മൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തു. അതായത് ആ സിസ്റ്റത്തിലുള്ള ഓരോ മാസുകളുടെയും അതിൻ്റെ കോർഡിനേറ്റുകളെയും നമ്മൾ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു, എന്നിട്ട് സം ചെയ്തു. അതാണ് നമ്മളവിടെ ഡെവലപ്പ് ചെയ്തത്. അതേസമയം കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇതൊരു ബോഡിയാണ്, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ചെറിയ എലമെന്റ് നമ്മൾ എടുക്കും, എന്നിട്ട് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കും. സപ്പോസ് DM എന്ന് പറയുന്നൊരു എലമെന്റ് എടുത്തു, അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് സംതിങ് ഇൻറ്റു DM ആയിരിക്കും. അതായത് ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഇൻറ്റു DM ആയിരിക്കും. ഓക്കെ, സോ ദ ഡിസ്റ്റൻസ് സ്ക്വയർ ഇൻറ്റു DM. ഇവിടെ നമുക്ക് ആ കുഞ്ഞു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ടോട്ടൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രേഷൻ ഉപയോഗിക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ സമ്മേഷന് പകരം ഇന്റഗ്രേഷൻ വരുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന്. ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. ഒന്ന്, ഡെൻസിറ്റി ഫംഗ്ഷൻ, അതായത് ബോഡിയുടെ മാസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഫംഗ്ഷനാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഒരു ബോഡിയുടെ മാസ് ലീനിയർ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ലീനിയർ ഡെൻസിറ്റി നമ്മൾ പറയും, ലീനിയർ മാസ് ഡെൻസിറ്റി ലാംഡ. ഏരിയയിലാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മൾ പറയും ഏരിയൽ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഓർ ഏരിയൽ ഡെൻസിറ്റി ഫംഗ്ഷൻ സിഗ്മ. അതേസമയം ഒരു 3 ഡയമെൻഷനലി ആണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും റോ ഓർ വോളിയം മാസ് ഡിസ്ട്രിബ്യൂഷൻ ഓർ വോളിയം ഡെൻസിറ്റി എന്ന് പറയും. ഓൺസ് നമ്മൾ ആ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യണം. കൂടാണ്ട് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിന് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ പലതരം കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ആ ബോഡിയുടെ സിമെട്രി അനുസരിച്ചിട്ട് നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം എന്ത് ചെയ്ത് കൊടുക്കുക, ചൂസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടും, ഈസി ആയിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ഓൾറെഡി ആംഗുലർ മൊമെന്റം ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടതാണ്. L നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തത്, സമ്മേഷനായി MI R×P അല്ലേ. RI × P എന്ന് പറയുന്നത് MV ആണ്. ആ M ഞാൻ പുറത്തേക്ക് എടുത്തു. ω×RI ഇതാണ് നമ്മൾ കണ്ടത്. ഇതിനെ സോൾവ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് കിട്ടിയത് L = I × ω. ഇതേ കാര്യം ഒരു റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു എങ്കിൽ, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആംഗുലർ മൊമെന്റം വെക്ടർ നമ്മൾ ഇവിടെ സമ്മേഷൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്റഗ്രേഷൻ വന്നു, കണ്ടല്ലോ. ദെൻ MR⍵, ദ സെയിം തിങ്. ഇവിടെ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളവിടെ MIക്കാണ് സമ്മേഷൻ എടുത്തത്, നമ്മളിവിടെ DM ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും. അതായത് അതേ റിസൾട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേഷനിലേക്ക് മാറ്റി എഴുതി. ഓൾസോ ഇവിടെ നിങ്ങൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വി വിൽ ഗെറ്റ് ദിസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ ഇക്വേഷൻ. നമ്മൾ തൽക്കാലത്തേക്ക് ആ പ്രൂഫിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഓൺ സിംപ്ലിഫിക്കേഷൻ നമുക്കിത് കിട്ടും. നൗ ഇനർഷ്യ ടെൻസർ ഒരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യും നമുക്ക് നോക്കാം. ഇത് ജനറൽ ഫോർമുലയാണ്, നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ കമ്പോണന്റ് ഫോം ബൈഹാർട്ട് ചെയ്താലും മതി. ജനറൽ ഫോർമുല ഇതാണ്: മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ IJ = ഇന്റഗ്രൽ R² ∆IJ മൈനസ് XI XJ × DM. ഓക്കെ, ഈ R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XI² YJ² X² + Y² + Z² ഇങ്ങനെ എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ XX എങ്ങനെ വരും? ഇന്റഗ്രൽ XX ആകുമ്പോഴത്തേക്കും ∆XX 1 ആണ്. അപ്പോൾ ഈ R² എന്ന് പറഞ്ഞാൽ X² + Y² Z². ഇവിടെ X വരുമ്പോഴത്തേക്കും X². അപ്പോൾ എന്ത് ബാക്കി? Y² + Z² ബാക്കി × DM.
അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കി എല്ലാ ടേമുകളും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് എടുത്തു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഡയഗണൽ ടേംസും ഓഫ് ഡയഗണൽ ടേംസും ഉണ്ട്. ഡയഗണൽ ടേംസിന്റെ കമ്പോണന്റ് ഫോമിൽ ഇക്വേഷൻസ് എഴുതുമ്പോഴത്തേക്കും IXX ഇങ്ങനെ വരും. ഇവിടെയും നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷന്റെ അതേപോലെ തന്നെയാണ്. സമ്മേഷൻ റീപ്ലേസ് ചെയ്ത് ആര് വന്നു, ഇന്റഗ്രേഷൻ വന്നു. അവിടെ IXXS എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? സമ്മേഷൻ I MI YI സ്ക്വയർ പ്ലസ് ZI സ്ക്വയർ ഇതായിരുന്നില്ലേ? സമ്മേഷന് പകരം എന്താ ഇവിടെ ഇന്റഗ്രേഷൻ, MIക്ക് പകരം DM, Y സ്ക്വയർ Z സ്ക്വയർ. അടുത്തത് IYY വരികയാണെങ്കിൽ എന്ത് വരും? YY വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ അകത്തുള്ളത് എക്സും ഇസഡും ആയിരിക്കും. സോ എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു DM. IZ വന്നു കഴിഞ്ഞാൽ എക്സും വൈയും ആയിരിക്കും. കണ്ടല്ലോ, നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഓഫ് ഡയഗണൽ ടേംസ് എങ്ങനെയാണ്? ജനറൽ ഇക്വേഷനിൽ നമുക്ക് എഴുതാം. IXY വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രൽ R സ്ക്വയറിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ IJ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അപ്പോൾ എക്സും വൈയും ഐയും ജെയും ഡിഫറെന്റ് ആണെങ്കിൽ ആ ടേം 0 ആവും. ബാക്കി മൈനസ് XY DM, അതായത് IXY എന്ന് പറഞ്ഞാൽ മൈനസ് ഇന്റഗ്രൽ XY DM. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ദിസ് ഈസ് ആസ് പെർ ഡെഫിനിഷൻ. നമുക്കതിനെ ആ നെഗറ്റീവ് സൈൻ മാറ്റിയിട്ടും അതിന്റെ വാല്യൂ വെച്ചും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ മെട്രിക്സ് എഴുതുമ്പോഴത്തേക്ക് ആ നെഗറ്റീവ് സൈനിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇവിടെ നോക്കി, ഓഫ് ഡയഗണൽ ടേംസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ IXY ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ XY DM, IXZ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ XZ DM ആൻഡ് YZ DM. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദീസ് ടേംസ് ആർ അപ്പിയറിംഗ് വെൻ ദർ ഇസ് നോ സിമെട്രി. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ വാലിഡ് ആണ്. ജസ്റ്റ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ആവണമെന്നേ ഉള്ളൂ. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ? അത് അതുപോലെ തന്നെയാണ്. IXX മൈനസ് IXY മൈനസ് IXZ IYX മൈനസ് IYY IYZ IZX IZY മൈനസ് I പ്ലസ് ആണ് ZZ. ഇവിടെ രണ്ടും മൈനസ്. ഓക്കെ, ഈ ഇവിടുത്തെ ഓൾറെഡി ഉള്ള മൈനസ് ഞാൻ ഇവിടേക്ക് അക്കോമഡേറ്റ് ചെയ്ത കേട്ടോ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ഇങ്ങനെ തന്നെയാണ്. ഇതിൽ ഓരോ ടേമും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഡയഗണൽ ടേംസ് കറസ്പോണ്ടിങ് ടു റൊട്ടേഷൻസ് അബൌട്ട് സിമെട്രിക് ആക്സിസ്. ഓഫ് ഡയഗണൽ ടേംസ് കറസ്പോണ്ടിങ് ടു റൊട്ടേഷൻ അബൌട്ട് നോൺ സിമെട്രിക് ആക്സിസ്. അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ കമ്പോണന്റ് ഫോം എല്ലാം വെച്ചിട്ട് നമ്മളത് കണ്ടുപിടിച്ചു. ഡയഗണൽ ടേംസ് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓഫ് ഡയഗണൽ ടേംസിന് മുമ്പ് നമ്മൾ സിമെട്രി ഉണ്ടോ എന്ന് നോക്കണം. സിമെട്രി ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് ഡയഗണൽ ടേംസിനെ കണ്ടുപിടിക്കണ്ട. അത് ഇവിടെയും വാലിഡ് ആണ്, അവിടെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ബോഡി റിജിഡ് ബോഡി ആയതുകൊണ്ട് തന്നെ അതിന്റെ കോംപ്ലക്സിറ്റി വലുതാവും. അപ്പോ ആ ബോഡിയുടെ സിമെട്രിക്ക് അനുസരിച്ചിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാം. മാത്തമെറ്റിക്സ് എളുപ്പമാവും. അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. നമുക്ക് നോക്കാം. കോർഡിനേറ്റ് സിസ്റ്റം ദാറ്റ് മേക്സ് സിമെട്രി ക്ലിയർ. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആണ്, അതായത് സിലിണ്ടേഴ്സ്, ഡിസ്ക് അതുപോലുള്ള ബോഡികളാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഉപയോഗിക്കുക. ഡിസ്ക് ആണ് വരുന്നതെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിന്റെ ഈ Z എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രം വേണ്ട. Z കമ്പോണന്റ് ഉപയോഗിക്കേണ്ട. R, dr, dθ എത്ര ഉപയോഗിച്ചാൽ മതി. അതായത് പോളാർ കോർഡിനേറ്റ് ഉപയോഗിച്ചാൽ മതി. ഇനി സ്പിയേഴ്സ്, ഹെമിസ്പിയേഴ്സ് അങ്ങനെയുള്ള ബോഡി ആണെങ്കിൽ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുക. റെക്ടാങ്കുലർ സ്ലൈഡ്, പ്ലേറ്റ്, റോഡൊക്കെ ആണെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉപയോഗിക്കുക. ഓക്കെ, അക്കോർഡിംഗ് ടു ദി സിമെട്രി കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് സിമെട്രി ഉപയോഗിച്ചിട്ട് ഇന്റഗ്രേഷനെ പരമാവധി റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ പെടും. കാര്യം ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡെൻസിറ്റി ഫംഗ്ഷൻ. അതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു മാസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് ഐഡിയ തരുന്നത്. ഇപ്പോൾ മാസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണെങ്കിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ദിസ് റോ ഈക്വൽ ടു മാസ് പെർ യൂണിറ്റ് വോളിയം. ബോഡിയുടെ ടോട്ടൽ മാസിനെ ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇതൊരു 3 ഡയമെൻഷണൽ കേസിലാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഡെൻസിറ്റി വേരി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതി പോകാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നമുക്ക് DM എഴുതുമ്പോൾ ഓർ ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിന് X, Y, Z കമ്പോണന്റുകൾ ഉണ്ടാവും. ഇവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ DM/dV എന്ന് എഴുതുമ്പോൾ ദിസ്
ഈസ് ഹാവിങ് സം വേരിയബിൾസ്. അപ്പൊ ആ ഇന്റഗ്രേഷനിലേക്ക് നമ്മൾ അതിനെ വെറുതെ കോൺസ്റ്റന്റ് ആയിട്ട് ഇടാൻ പറ്റൂല, അവിടെ അതിനേക്ക് ഇട്ട് വാല്യൂസ് കൊടുത്ത് ചെയ്യേണ്ടി വരും. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. പലതരത്തിലുള്ള ഡെൻസിറ്റി ഫംഗ്ഷൻസ് ഉണ്ട്. ലീനിയർ ഡെൻസിറ്റി എന്താണെന്ന് നോക്കാം. ലീനിയർ ഡെൻസിറ്റി നമ്മൾ പറയുന്നത് റോഡ്, വൺ ഡയമെൻഷൻസ് ബോഡീസിനാണ്. ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതായത് ടോട്ടൽ മാസ് എം, ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബോഡി എൽ ആണെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ബോഡിയുടെ എവിടെ നിന്ന് നമ്മൾ ഒരു ചെറിയ മാസ് എടുത്താലും അവിടുത്തെ ലെങ്ത് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വാല്യൂ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അതായത് ബോഡിയുടെ ഏത് പാർട്ടിൽ നിന്നും, യൂണിഫോം ബോഡി ആണെങ്കിൽ മാത്രം കേട്ടോ, ഒരു ചെറിയ ഡി എൽ എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഡി എം ബൈ ഡി എക്സ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എം ബൈ എൽ. അപ്പോൾ ലാംഡ ഈക്വൽ ടു എം ബൈ എൽ, മാസ് പെർ യൂണിറ്റ് ലെങ്ത് വിച്ച് ഇസ് ഈക്വൽ ടു ഡി എം ബൈ ഡി എക്സ്. ഇത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അടുത്തത് സർഫസ് ഡെൻസിറ്റി ആണ്. സർഫസ് ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സിഗ്മ ഈക്വൽ ടു, അതായത് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിക്കുന്നത് ഒരു ഏരിയയിലാണെങ്കിൽ നമ്മൾ സർഫസ് ഡെൻസിറ്റി പറയും. ആദ്യം നമ്മൾ അവിടെ ഒരു ചെറിയ എലമെന്റൽ ഏരിയ എടുക്കും, ഡി എ, അവിടുത്തെ മാസ് ഡി എം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡി എം ബൈ ഡി എ ആണ് സിഗ്മ, ഓർ ദിസ് ഇസ് ഈക്വൽ ടു എം ബൈ എ. യൂണിഫോം ബോഡി ആണെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം, നോൺ യൂണിഫോം ആണെങ്കിൽ ഡി എം ബൈ ഡി എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ വോളിയം ഡെൻസിറ്റി ആണെങ്കിൽ സിമിലർലി എങ്ങനെ എഴുതാം, ഡി എം ബൈ ഡി വി. ഒരു ചെറിയ വോളിയം എടുക്കുക, മാസ് ബൈ ദാറ്റ് മാസ് ഓഫ് ദാറ്റ് വോളിയം കണ്ടെയ്നിങ് ദാറ്റ് മാസ്, ഡി എം ബൈ ഡി വി. യൂണിഫോം ബോഡി ആണെങ്കിൽ എം ബൈ വി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നോൺ യൂണിഫോം ആണെങ്കിൽ ഡി എം ബൈ ഡി വി എടുത്തിട്ട് റോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. സോ ഇതാണ് വോളിയം ഡെൻസിറ്റീസ്, സർഫസ് ഡെൻസിറ്റീസ് ആൻഡ് ലീനിയർ ഡെൻസിറ്റി. ഇതിൽ നിന്ന് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡി എം എസ് ഇക്വൽ ടു ലാംഡ ഇൻറ്റു ഡി എക്സ്, ഡി എം എസ് ഇക്വൽ ടു സിഗ്മ ഇൻറ്റു ഡി എ, റോ ഇക്വൽ ടു ഡി എം എസ് ഇക്വൽ ടു റോ ഇൻറ്റു ഡി വി. അതിൽ നിന്ന് നമുക്ക് ആ മാസ് കിട്ടും. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ആ ബോഡിയുടെ ഡയമെൻഷൻ മനസ്സിലാക്കുക, റോഡാണോ പ്ലേറ്റ് ആണോ എന്ന്. അതിനനുസരിച്ചിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യുക വിത്ത് സിമെട്രി. സിമെട്രിക്ക് വളരെ പ്രാധാന്യമുണ്ട്. എന്നിട്ട് മാസ് എലമെന്റ് നമ്മൾ എടുത്ത് എഴുതുക, എന്നിട്ട് ഫോർമുലയിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സിമെട്രി ഉണ്ടെങ്കിൽ ഓഫ് ഡയഗണൽ ടേംസിന് നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. ദെൻ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇനർഷ്യ ടെൻസർ എഴുതുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇവിടെ ഓർമ്മിക്കുക, നമ്മൾ ഇനർഷ്യ ടെൻസർ നമ്മൾ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ മറന്നു വരുത്. കാര്യം ക്വസ്റ്റ്യന്റെ അവസാനം ചിലപ്പോൾ ഇന്റർപ്രിട്ടേഷൻസ് ഓപ്ഷൻസ് ആയിട്ട് തന്നേക്കാം. ഇവിടെ നമുക്കറിയാം ഇനർഷ്യ ടെൻസർ എന്ന് പറഞ്ഞാൽ ഐ എക്സ് എക്സ്, ഐ എക്സ് വൈ, ഐ എക്സ് സെഡ്, ഐ വൈ എക്സ്, ഐ വൈ വൈ, ഐ വൈ സെഡ്, ഐ ഇസഡ് എക്സ്, ഐ ഇസഡ് വൈ, ഐ ഇസഡ് ഇസഡ് ആണ്. ഇതാണ് നമ്മുടെ ഇനർഷ്യ ടെൻസർ. ഓക്കെ, ഇതിന്റെ ഡയഗണൽ ടേംസ് എന്താ സൂചിപ്പിക്കുന്നത്? ഡയഗണൽ ടേംസ് കറസ്പോണ്ടിങ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ മാസ് ഫ്രം കറസ്പോണ്ടിങ് ആക്സിസ്. ഒരു ആക്സിസിൽ നിന്ന് എത്ര ദൂരത്തിലാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതാണ് ഇത് പറഞ്ഞു തരുന്നത്. ഓൾസോ ദിസ് ഈസ് എ റെസിസ്റ്റൻസ് ടേം. ആ ബോഡിക്ക് ആ ആക്സിസിൽ തിരിയാനുള്ള റെസിസ്റ്റൻസിന്റെ മെഷറും കൂടെയാണിത്. ഓഫ് ഡയഗണൽ ടേംസോ അത് എത്രമാത്രം ടിൽറ്റിംഗ് ഉണ്ടാക്കും, ദാറ്റ് മെഷേഴ്സ് ഹൗ ആംഗുലർ മൊമെന്റം ടിൽറ്റ് അവേ ഫ്രം ആംഗുലർ വെലോസിറ്റി. ഇപ്പോൾ ഐ എക്സ് ഇസഡ് എന്ന് പറയുന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എക്സ് ആക്സിസിൽ ബോഡി കറങ്ങുമ്പോൾ അത് ഇസഡ് ആക്സിസിൽ ആംഗുലർ മൊമെന്റം ഉണ്ടാക്കും. ആ ഉണ്ടാക്കാനുള്ള മെഷറാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗണൽ ആക്സിസുകളെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം നമ്മൾ മെട്രിക്സ് വെച്ച് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെ. ശരി, നമുക്കിനി പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. സിമ്പിൾ പ്രോബ്ലം ആണ്. എ യൂണിഫോം തിൻ റോഡ് ഓഫ് ലെങ്ത് എൽ, മാസ് എം, ലൈങ് അലോങ് എക്സ് ആക്സിസ് ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എക്സ് ഇസ് ഈക്വൽ ടു എൽ. ഞാൻ വരയ്ക്കുക, ഒരു തിൻ റോഡ് ഞാൻ വരയ്ക്കുകയാണ്. അത് എക്സ് ആക്സിസിലാണ്. എക്സ് ഇസ് ഈക്വൽ ടു 0 തൊട്ട് എക്സ് ഈക്വൽ ടു എൽ വരെ അതിന്റെ ലെങ്ത് ഉണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് ത്രൂ എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ത്രൂ വൺ ഓഫ് ദി എൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരല്പം മാറി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് എഴുതാം. ഇത് 1 ഡയമെൻഷൻ ആണ്. സോ ഇക്വേഷൻ എങ്ങനെ മാറും? ഇന്റഗ്രൽ ആർ സ്ക്വയർ ഡി എം എന്ന് പറയുന്ന ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എം എന്നായിട്ട് മാറും.
ഇവിടെ നമുക്ക് ലീനിയർ ഡെൻസിറ്റി എടുത്താൽ മതി. ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dm/dx ആണ്. ഇവിടെ യൂണിഫോം റോഡ് ആയതുകൊണ്ട് തന്നെ അതെന്തിന് ഈക്വലാണ്? m/l ഈക്വലാണ്. അപ്പൊ ഇതിൽ നമുക്ക് എഴുതാം dm എന്ന് പറഞ്ഞാൽ m/l × dx ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇന്റഗ്രൽ x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, dm-നെ m/l dx എന്ന് കൊടുക്കാം. ഇനി ഇന്റഗ്രേഷൻ ലിമിറ്റ് ഏതൊട്ട് ഏത് വരെ? 0 to l വരെ. ഇത് പക്ക മാത്തമെറ്റിക്കൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുക ഇതിനെ. അതായത് നിങ്ങൾ നോക്കുക, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു dm എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുക. അതിന്റെ ഡിസ്റ്റൻസ് dx ആണ്. ഓക്കെ, അത് ഇവിടെ നിന്ന് x ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ di എങ്ങനെ എഴുതാം? x² × dm എന്ന് എഴുതാം അല്ലെ? x² × dm. dm ഇതുപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ മൊത്തം കിട്ടാൻ ഇന്റഗ്രൽ x², dm എന്ന് പറഞ്ഞാൽ m/l dx. ഇതാണ് ജോമെട്രിക്കലി ഇതിന്റെ മീനിങ്. നമുക്ക് അതൊന്നും ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്തും ആൻസറിലേക്ക് വരാം. ഓക്കെ, ഒരു ചെറിയ എലമെന്റൽ മാസ് എടുത്തു, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എഴുതി, മൊത്തം കിട്ടാൻ വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്തു. ഏത് തൊട്ട് ഏത് വരെ ചെയ്യണം? 0 തൊട്ട് l വരെ ചെയ്യണം. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ m/l കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ എന്ന് കിട്ടും. 0 to l ലിമിറ്റ് കൊടുക്കുക. സോ ദാറ്റ് വിൽ ബി m/l × l³ 3. സോ ml²/3 എന്നായിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടുന്നത്. ml²/3. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ നമ്മൾ ടെൻസർ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ തിൻ rectangular plate of sides A, which is along x-axis, B along y-axis, and mass m lies in xy plane. അതൊരു പ്ലെയിൻ ആണ്, അത് xy പ്ലെയിനിൽ നിൽക്കുകയാണ്. ഇറ്റ് സെന്റർ ഈസ് അറ്റ് ഒറിജിൻ. അപ്പോൾ ഒരു റെക്ടാങ്കുലർ പ്ലേറ്റിനെ ഞാൻ xy പ്ലെയിനിൽ വരയ്ക്കുകയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് സെന്റർ അറ്റ് ഒറിജിൻ. ദിസ് ഈസ് x ആൻഡ് ദിസ് ഈസ് y ആൻഡ് സെന്റർ അറ്റ് ഒറിജിൻ. ഹിയർ ദിസ് ഈസ് അറ്റ് ഒറിജിൻ. ഓക്കെ, ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് z ആക്സിസ്. അതായത് ഒരു ആക്സിസ് ഇതാ ഈ സെന്റർ വഴി പോകുന്ന ഇതാണ് z ആക്സിസ്. ഓക്കെ, നമ്മൾ ഇങ്ങ് നോക്കി, ഇതാണ് റെക്ടാങ്കുലർ പ്ലേറ്റ് എങ്കിൽ ഈ ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു ചെറിയ മാസ് എടുത്തു, dm. അതിലേക്കുള്ള ദൂരം ഞാൻ എഴുതി r. അങ്ങനെയെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ di, ആ മാസിൻ്റെത്, അതെന്താണ്? ഇന്റഗ്രൽ r² dm ആണ്. ഇവിടെ നമ്മൾ നോക്കുക, ഈ r² എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഇത്രയും x ആണെന്ന് എടുത്തു, ഞാൻ എന്താ വൈയിലേക്കുള്ള ദൂരം y എന്ന് എടുത്തു. ദെൻ r² എന്ന് പറഞ്ഞാൽ x² + y² ആണ് അല്ലേ? r² എന്ന് പറഞ്ഞാൽ x² + y² ആണ്. Therefore I = ഇന്റഗ്രൽ r² dm, which is nothing but integral x² + y² into dm. ഇങ്ങനെ എഴുതാം. ഇനി dm എന്താടാ? ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ബോഡിയുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് എഴുതി കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു മാസ് dm/da. ഇത് യൂണിഫോം ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ട് നമുക്ക് എടുക്കാം. സോ അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാണ്ട് ചെയ്യാം. സിഗ്മ dx dy എന്ന് എഴുതാം. dm = dx dy. യൂണിഫോം ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി dm = സിഗ്മ × dx dy. ഓക്കെ, ഫൈനൽ ആൻസറിൽ നമുക്ക് യൂണിഫോം ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുവരെ നമുക്ക് ചെയ്തു പോകാം. സോ dm എന്ന് പറഞ്ഞാൽ സിഗ്മ dx dy ആണ്. അപ്പോൾ i എന്തായിട്ട് മാറും? ഇന്റഗ്രൽ dm-ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സിഗ്മ ഞാൻ പുറത്തേക്ക് എടുത്തു. സപ്പോസ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ആൻഡ് കാര്യം ഇവിടെ വേറെ റെക്ടാങ്കുലർ ഷീറ്റിൽ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് പറയാത്തതുകൊണ്ട് നമുക്ക് അതിനെ യൂണിഫോം ആയിട്ട് എടുക്കാം. സോ ബാക്കി x² + y² dx dy. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഇന്റഗ്രേഷൻ വരും. ഇന്റഗ്രൽ സിഗ്മ x² + y² dx
സോറി, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്താവും? I ഈക്വൽ ടു സിഗ്മ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ പ്ലസ് ഇൻ്റഗ്രൽ എക്സ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ, ഇത്രയും വരും. ഇവിടെ നിങ്ങൾ നോക്കുക, എക്സിന്റെ ലിമിറ്റ് -a/2 ടു +a/2 വരെയാണ്. കാര്യം ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്, എത്രയാണ്? a ആണ് അല്ലേ? ഒറിജിൻ ഇവിടെയാണ്. അപ്പോൾ എക്സ് ആക്സിസ് ഈ പോയിന്റുകളെല്ലാം -a/2 ആണ്, ഇതെല്ലാം +a/2 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത് അലോങ് y ആക്സിസ് b ആണ്. അപ്പോൾ ഇതെല്ലാം -b/2, ഇതെല്ലാം +b/2 ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എക്സിനും വൈക്കും ഇവിടെ ഇന്റഗ്രേഷൻ ഉണ്ട്. അപ്പോൾ വൈയുടെ ലിമിറ്റും എക്സിന്റെ ലിമിറ്റും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എന്താ ഈ ടേമിനെ മാത്രം ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. സോറി. സോ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രൽ ഡി വൈ ഞാൻ ആദ്യം ചെയ്യാം, വിച്ച് ഈസ് -b/2 ടു +b/2 വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ b എന്ന് കിട്ടും അല്ലേ? b/2 -b/2 ദാറ്റ് ഈസ് b. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ b പുറത്തേക്ക് എടുക്കാം, x³ 3. സോ -a/2 ടു +a/2 ആണ് അവിടുത്തെ ലിമിറ്റ് കൊടുക്കേണ്ടത്. അത് കൃത്യം സൂക്ഷിച്ചു കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് 2 ടൈംസ് 0 to a/2 എന്ന് എനിക്ക് എഴുതാം ലിമിറ്റിനെ. സോ ഞാൻ എഴുതുകയാണ്, b ഇവിടെ ഉണ്ട്, 2 ടൈംസ് ഈ /3 ഞാൻ പുറത്തേക്ക് എടുക്കുന്നു, ബാക്കി x³ ഞാൻ ഇങ്ങനെ എടുക്കുന്നു, 0 to a/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2b/3 a³ 8 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ba³ 6 എന്ന് കിട്ടും. സോറി, 6 അല്ല, കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 4, 12. ba³ 12. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ അങ്ങനെ കിട്ടി. ഇനി സെക്കൻഡ് ഇൻ്റഗ്രേഷൻ ശ്രദ്ധിച്ച് ചെയ്യുക. സെക്കൻഡ് ടേമിൻ്റെ ഇൻ്റഗ്രേഷൻ ശ്രദ്ധിച്ച് ചെയ്യുക. നോക്കുക, സെക്കൻഡ് ടേം ഇതാണ്, ഇൻ്റഗ്രൽ y സ്ക്വയർ ഡി എക്സ് ഡി വൈ. ഓക്കെ, ദാറ്റ് ഈസ് ഞാൻ ആദ്യം രണ്ടും ഇൻഡിപെൻഡൻറ്റ് ടേംസ് ആണ്. സോ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാം, y² dy അവിടെ കിടക്കട്ടെ. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ എക്സ് വരും, -a/2 to a/2 ഈസ് a. ബാക്കി a പുറത്തേക്ക് എടുക്കുന്നു, 0 to b എന്ന് എഴുതാം, 2 ടൈംസ് അല്ലേ? കാര്യം ഈവൻ ഫംഗ്ഷൻ ആണ്, y² dy. സോ 2a ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും y³ 0 to b എന്ന് തന്നെയാണ് വരുന്നത്. സോ സോറി 0 to b അല്ല, 0 to b/2, ലിമിറ്റ് b/2 അല്ലേ? b/2. സോ 2a/3 ഇൻറ്റു b³ 8 ദാറ്റ് ഈസ് ab³ 12 എന്ന് വരും. അപ്പം നമ്മുടെ i എഴുതുമ്പോൾ സിഗ്മ ഇൻറ്റു ടേംസ് എങ്ങനെയൊക്കെ ആയിരുന്നു? ഈ രണ്ട് ടേമുകളാണ് നമ്മൾ ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഈ ടേം എന്ന് പറഞ്ഞാൽ ba³ മറ്റേ ടേം എന്ന് പറഞ്ഞാൽ ab³ 12. സോ ba³ പ്ലസ് ab³ സോ 12 പുറത്തേക്ക് എടുക്കാം, സിഗ്മ/12 എയും ബിയും പുറത്തേക്ക് എടുക്കാം, ബാക്കി a² പ്ലസ് b². നമുക്കറിയാം ഇതൊരു യൂണിഫോം ബോഡി ആണെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് മാസ് പെർ ഏരിയയാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ a ഇൻറ്റു ബി ആണ് അല്ലേ? അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മയ്ക്ക് പകരം m/ab 12 ab a² പ്ലസ് b². ab നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്ത് വരും? m/12 ഇൻറ്റു a² പ്ലസ് b². ഇതായിരിക്കും അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, z ആക്സിസ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് m/12 ഇൻറ്റു a² പ്ലസ് b² ആണ്. ഓക്കെ, now a solid uniform cylinder of radius r, height h, mass m, has its axis along z axis. Find the moment of inertia about the center through the origin. Center as origin. ഇതാണ് സിലിണ്ടർ.
അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ റേഡിയസ് 6 ആണ്, ഹൈറ്റ് h ആണ്, ടോട്ടൽ മാസ് m ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ r സ്ക്വയർ h ആണ് ഇതിൻ്റെ ഏരിയ. ഇവിടുത്തെ ഡെൻസിറ്റി ഏതാണ്? സിഗ്മ, ടോട്ടൽ മാസ് ബൈ ഏരിയ, ദാറ്റ് ഈസ് m ബൈ പൈ r സ്ക്വയർ h. ഇനി ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഇൻറ്റു ആർ സ്ക്വയർ ഡി എം, ഇതാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ? ആർ സ്ക്വയർ ഡി എം. ഇവിടെ നമുക്കറിയാം സിഗ്മ ഈക്വൽ ടു ഡി എം ബൈ ഡി എ ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഡി എം എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ഇൻറ്റു ഡി എ. ഇവിടെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ഈ ആക്സിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ആക്സിസ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് മാറി ഒരു സിലിണ്ടർ, ഇത്രയും ഉള്ള സിലിണ്ടറിനെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് മൊത്തം അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഏരിയ എലമെന്റ് നമ്മൾ കൊടുക്കേണ്ടത് ഏതാണ്? ഇവിടെ സിഗ്മ അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ സോളിഡ് യൂണിഫോം സിലിണ്ടർ. ഇവിടെ വോളിയം എലമെന്റ് ആണ്, എനിക്ക് തെറ്റിപ്പോയതാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏരിയ അല്ല, ഇതിന്റെ വോളിയം ആണിത്. പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്ന വോളിയം ആണ്. സോ റോ ഈക്വൽ ടു എം ബൈ വി, വിച്ച് ഈസ് എം ബൈ പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, സോളിഡ് സിലിണ്ടർ ആണ്. ഹോളോ ആയിരുന്നെങ്കിൽ ഏരിയ മതി, ഹോളോ ആണെങ്കിലും അങ്ങനെയല്ല, ഇത് തന്നെ വേണം. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഡി എം ബൈ ഡി വി അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? ഡി എം എസ് ഈക്വൽ ടു റോ ഡി വി. ഇവിടെ സിലിണ്ടറിക്കൽ സിമെട്രി ഉള്ളതുകൊണ്ട് എന്ത് ഉപയോഗിക്കുക? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഉപയോഗിക്കുക. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ വോളിയം എലമെന്റ് എന്താണ്? ആർ ഡി ആർ ഡി തീറ്റ ഡി സെഡ്. ആർ ഡി ആറിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ ലിമിറ്റ് ആണ്, 0 to r. ഡി തീറ്റയുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ചുറ്റി വരുന്നതാണ് ഡി തീറ്റ, 2π ആണ്, 0 to 2π ആണ്. ഡി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ 0 to h ആണ് അതിന്റെ ലിമിറ്റ്. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ നമുക്ക്. സോ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ഡി എം. ഡി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോ ഇൻറ്റു ഡി വി. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ പൈ ആർ സ്ക്വയർ എച്ച് ഇൻറ്റു ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡി ആർ ഡി തീറ്റ ഡി സെഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? ചെയ്യാം. ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ആർ ഡി ആർ ഡി തീറ്റ ഡി സെഡ് ഇൻറ്റു ഇതിന് ഞാൻ റോ എന്ന് തൽക്കാലം വിളിക്കുകയാണ്, അതിനെ പുറത്തേക്ക് ഇടാം. റോ ഇൻറ്റു ഇൻ്റഗ്രൽ ആർ ക്യൂബ് ഡി ആർ, 0 to r ആണ് ലിമിറ്റ്. ഇൻ്റഗ്രൽ ഡി തീറ്റ 0 to 2π ആണ് ലിമിറ്റ്. ഇൻ്റഗ്രൽ ഡി സെഡ് 0 to h ആണ് ലിമിറ്റ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ആർ സ്ക്വയർ ബൈ 4, സോറി ആർ റേസ് ടു 4/4, 0 to r ലിമിറ്റ്, തീറ്റ 0 to 2π ലിമിറ്റ്, z 0 to h ലിമിറ്റ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ആർ റേസ് ടു 4/4 ഇൻറ്റു 2π ഇൻറ്റു h. ഇനി നിങ്ങൾ ഈ റോയുടെ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റോയുടെ വാല്യൂ എത്രയാണ്? എം ബൈ പൈ ആർ സ്ക്വയർ എച്ച് ഇൻറ്റു ആർ റേസ് ടു 4 ഇൻറ്റു 2π ഇൻറ്റു h ബൈ 4. h കട്ട് ചെയ്യാം, പൈ കട്ട് ചെയ്യാം, ഒരു 2 കട്ട് ചെയ്ത് പോകും, ബാക്കി 2 ഇവിടെ. അപ്പോൾ എം ആർ സ്ക്വയർ കട്ട് ചെയ്യാം, ആർ സ്ക്വയർ ബൈ 2, ബാക്കിയൊന്നുമില്ലല്ലോ. സോ ദിസ് ഈസ് ദി സൊല്യൂഷൻ. അതായത് സിലിണ്ടർ ഈ ആക്സസ് വഴി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ബൈ 2. ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നെ ആയിരിക്കും ഇവിടെ. ഓക്കെ, സിമെട്രിക്കലായിട്ട് മാസ് ആഡ് ചെയ്ത് പോയത് കഴിഞ്ഞാൽ അതൊരു സിലിണ്ടർ ആവും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചേഞ്ച് ചെയ്യില്ല. സോ സെയിം ആണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് എം ആർ സ്ക്വയർ ബൈ 2. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇതുപോലെ പല ബോഡികളുടെയും മൊമെന്റ് ഓഫ് ഇനർഷ്യകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, സ്പിയർ എല്ലാം. അപ്പോൾ അത് നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ അതെല്ലാം കവർ ചെയ്യും. ദാറ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ്
സ്മോൾ ബോഡീസ്, ഓൾ തിങ്സ്. ഇവിടെ നമുക്ക് നോക്കാം പുതിയൊരു ക്വസ്റ്റ്യൻ. നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എ റോഡ് ഓഫ് ലെങ്ത് L ലൈസ് അലോങ് ദിസ് ലൈക്ക് ദിസ്. x equal to 0 to x equal to L ആണ് എൻ്റെ ലെങ്ത്. പക്ഷെ പ്രശ്നം മാസ് എല്ലായിടത്തും ഒരുപോലെ അല്ല. ചില സ്ഥലങ്ങളിൽ കൂടുതൽ. ഇതാ നോക്കുക, ലെങ്ത് കൂടുന്നതനുസരിച്ച് മാസ് കൂടി പോവാണ്. ബിക്കോസ് ലീനിയർ മാസ് ഡെൻസിറ്റി ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. ലാംഡ നോട്ട് ബൈ L ഇൻറ്റു എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് വൺ എൻഡ്, ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇങ്ങനെ ബോഡി കറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര മാത്രം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് I ഈക്വൽ ടു ഇന്റഗ്രൽ വൺ ഡയമെൻഷൻ ആണ് എക്സ് സ്ക്വയർ ഡി എം. ഇവിടെ ഡി എം നിങ്ങൾ നോക്കുക, ഡി എം എന്താണ്? ലാംഡ ഇൻറ്റു ഡി എക്സ്. ലാംഡയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ലാംഡ ഡി എക്സ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ. അവിടെ ലാംഡ നമുക്ക് നേരത്തെ പോലെ എം ബൈ എൽ എന്ന് എഴുതാൻ പറ്റുകയില്ല. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. ഇവിടെ നിങ്ങൾ നോക്കുക, ലാംഡ എന്ന് വെച്ചാൽ എന്താണ്? ലാംഡ നോട്ട് എക്സ് ബൈ എൽ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ലാംഡ നോട്ട് ബൈ എൽ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ്. ലിമിറ്റ് ഏത് വരെയാടാ? 0 to L വരെ തന്നെയാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുക. ലാംഡ നോട്ട് ബൈ എൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് റേസ് ടു 4/4, ലിമിറ്റ് 0 to L. ദാറ്റ് ഈസ് ലാംഡ നോട്ട് ബൈ എൽ ബൈ 4, ലിമിറ്റ് കൊടുക്കുമ്പോൾ എൽ റേസ് ടു 4 എന്ന് കിട്ടും. സോ ലാംഡ നോട്ട് എൽ റേസ് ടു 4/4L എന്ന് കിട്ടി. ഇവിടെ നോക്കുക, നമ്മുടെ ആൻസറിൽ എമ്മിന്റെ ടേമിലാണ് ആൻസർ ഉള്ളത്. അപ്പോ നമുക്ക് ഇവിടെ തൽക്കാലം ഇത് നിർത്താം. ഐ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ നോട്ട് എൽ റേസ് ടു 4/4L ഇവിടെ നിൽക്കട്ടെ, ഇക്വേഷൻ കൊണ്ടുവന്നിരിക്കട്ടെ. ഇനി എങ്ങനെ മാസ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കറിയാം ഡി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാംഡ നോട്ട് എക്സ് ബൈ എൽ ഡി എക്സ് എന്നാണ് അതിൻ്റെ എന്ത് തന്നിക്കുന്നത്? ഡി എം തന്നിക്കുന്നത്. ഇതിനെ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ടോട്ടൽ മാസ് കിട്ടും. ലാംഡ നോട്ട് ബൈ എൽ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം ദ ലിമിറ്റ് 0 to L. സോ ദാറ്റ് ഈസ് ലാംഡ നോട്ട് എൽ സ്ക്വയർ ബൈ 2L, അതായത് ലാംഡ നോട്ട് എൽ ബൈ 2. ഇതാണ് എം. ഈ ഇതിൽ നിന്ന് നമുക്ക് ലാംഡ നോട്ട് ഒന്ന് മാറ്റി എഴുതാം. എം ഇസ് ഈക്വൽ ടു ലാംഡ നോട്ട് എൽ ബൈ 2. ദാറ്റ് മീൻസ് ലാംഡ നോട്ട് ഇസ് ഈക്വൽ ടു 2m/L. ഈ വാല്യൂ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെയർഫോർ ഐ ഈക്വൽ ടു ലാംഡ നോട്ടിന് പകരം 2m/L ഇൻറ്റു എൽ റേസ് ടു 4/4. ദാറ്റ് ഈസ് 2 കട്ട് ചെയ്യാം, m/2 ഇൻറ്റു ഇവിടെ ഒരു 4L ഉണ്ടല്ലേ, 4L. സോ എൽ സ്ക്വയർ. സോ mL സ്ക്വയർ ബൈ 2. അതാണ് എന്ത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റോഡ്. ഇവിടെ കണ്ടല്ലോ നിങ്ങൾ, നമുക്ക് ഇവിടെ ഉള്ളത് ലാംഡ ഒരു കോൺസ്റ്റന്റ് യൂണിഫോം അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ചൂസ് ഡി എം ഡിഫറെന്റ്ലി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ തിൻ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് r lies in xy plane. Okay, centered at origin. Its surface mass density varies as sigma r is equal to this. അതായത് സർഫസ് മാസ് ഡെൻസിറ്റി ഇവിടെ എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. സർക്കുലർ ഡിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്ക് ഇങ്ങനെയുണ്ട്. ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 2 dimensional ബോഡിയാണ്. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇവിടെ കോൺസ്റ്റന്റ് അല്ല, സിഗ്മ നോട്ട് r/r എന്നാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ r റേഡിയസ് ആണ്. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പ്രൊസീഡ് ചെയ്ത പോലെ തന്നെ പോവുക. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഈക്വൽ ടു ഇന്റഗ്രൽ r സ്ക്വയർ ഡി എം അല്ലേ. ഇനി നമുക്കറിയാം സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dm/da ആണ്. dm/da. ഇതൊരു പ്ലെയിനാർ കോർഡിനേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ r ഏരിയ എലമെന്റ് എന്താണ്? r dr d തീറ്റ. സിലിണ്ടറിനാണെങ്കിൽ dz കൂടെ വന്നേനെ. ഇവിടെ r dr d തീറ്റ മതി. അപ്പോൾ റീപ്ലേസ് ചെയ്യുക. ഡി എമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡി എമ്മിന് പകരം സിഗ്മ ഇൻറ്റു r dr d തീറ്റ. സിഗ്മയ്ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. സോ ഐ വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ r സ്ക്വയർ ഇക്വേഷനിലുള്ളതാണ്. ഡി എമ്മിന് പകരം സിഗ്മ r dr
ഡി തീറ്റ. സിഗ്മയുടെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ നോട്ട് ആർ ബൈ ക്യാപിറ്റൽ ആർ എന്നാണ്. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ സിഗ്മ നോട്ട് കോൺസ്റ്റന്റ് ആണ്, പുറത്തു പോവും. ആറും കോൺസ്റ്റന്റ് ആണ്, പുറത്തു പോവും. ബാക്കി ഇന്റഗ്രേഷനകത്ത് ആർ സ്ക്വയർ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ആറുണ്ട്, ഈ സിഗ്മയ്ക്കകത്ത് ഒരു ആറുണ്ട്. അപ്പോൾ r⁴ dr അല്ലേ. ലിമിറ്റ് 0 to r, കാര്യം ഡിസ്ക് സെന്ററിൽ നിന്ന് ഇത്ര വരെ ഉണ്ട്. ബാക്കി ഡി തീറ്റയുടെ ലിമിറ്റ് 0 to 2π ആണ്, കാര്യം ഇത് കംപ്ലീറ്റ് റൊട്ടേഷൻ കറങ്ങി വരുന്ന ഒരു ഡിസ്ക് ആയി മാറത്തുള്ളൂ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സിഗ്മ നോട്ട് ബൈ ആർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r⁵5/5 എന്ന് വരും. ലിമിറ്റ് 0 to r. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് വരും. 0 to 2π ആണ് ലിമിറ്റ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിഗ്മ നോട്ട് ബൈ ആർ r⁵5/5 ഇൻറ്റു 2π. ഓക്കെ, അപ്പോൾ ഐ എഴുതി വെക്കുകയാണ്. ഐ ഈക്വൽ ടു സിഗ്മ നോട്ട് ബൈ ആർ r⁵2π r⁵5/5. പക്ഷേ നമ്മുടെ ഇക്വേഷനിൽ സിഗ്മ ഫൈനൽ എക്സ്പ്രഷനിൽ മാസിന്റെ ടേമിൽ പറഞ്ഞ ഇതിലല്ല വരേണ്ടത്. പക്ഷെ നമുക്കറിയാം സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ നോട്ട് r/r ആണെന്ന് തന്നിട്ടുണ്ട്. ഈ സിഗ്മ എന്ന് പറയുന്നത് dm/da ആണെന്ന് അറിയാം. അപ്പോൾ അതിൽ നിന്ന് dm ഈക്വൽ ടു സിഗ്മ ഇൻറ്റു da നമുക്ക് എഴുതാം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാസ് കിട്ടും. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ടോട്ടൽ മാസ് ആവും, റൈറ്റ് സൈഡ് സിഗ്മ നോട്ട് r/r. ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r dr d തീറ്റ. ഇന്റഗ്രേറ്റ് ചെയ്യാതിനെ സിഗ്മ നോട്ട് ബൈ ആർ പുറത്തു വരും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും r² dr ഇൻറ്റു ഇന്റഗ്രൽ ഡി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ നോട്ട് ബൈ ആർ r³ ഇൻറ്റു 2π എന്ന് വരും അല്ലേ. r³ ഇൻറ്റു 2π. ഓക്കെ, സോ മാസ് നമുക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ 2π സിഗ്മ നോട്ട് r²/3. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒന്നും കൂടെ എടുക്കാം. ഐ ഇക്വേഷൻ എന്തായിരുന്നു? 2π r⁵5/5r 2π r⁵5/5r ഇൻറ്റു സിഗ്മ നോട്ട്. സിഗ്മ നോട്ടിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2π സിഗ്മ നോട്ട് r²/3. ഇത് എം അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ നോട്ട് എഴുതി കഴിഞ്ഞാൽ 3m/2π r² എന്ന് വരും. 3m/2π r². അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3m/2π r². സോ 2π കട്ട് ചെയ്യാം. ബാക്കി 3/5 ഉണ്ട്, m ഉണ്ട്, ഇവിടെ ഒരു r³ താഴെ r5 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ r². 3/5 mr² എന്നുള്ളതാണ് ആൻസർ. അതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെ അത് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ഈ രീതിയിലാണ് അത് സോൾവ് ചെയ്യേണ്ടത്. ഇനി ടെൻസർ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എ സോളിഡ് സ്പിയർ ഓഫ് റേഡിയസ് r ആൻഡ് മാസ് m സെന്റേർഡ് അറ്റ് ഒറിജിൻ. അതായത് ഒരു സ്പിയർ ആണ്, അതിന്റെ മാസ് m ആണ്, അത് ഒറിജിനിൽ സെന്റർ ചെയ്തിരിക്കുന്നു, അതായത് സിമിട്രി ഉണ്ട്. ഫൈൻഡ് ഫുൾ ഇനർഷ്യ ടെൻസർ അബൌട്ട് ദി ഒറിജിൻ. അതായത് ഐ ഫുൾ ടെൻസർ എഴുതണം. നമുക്കറിയാം IXX, IXY, IZZ എല്ലാം സെയിം ആയിരിക്കും, കാര്യം എല്ലാ ആക്സിസും സിമെട്രിക് ആക്സിസ് ആണ്. അതിന്റെ വാല്യൂ നമുക്കറിയാം. ഫോർ എ സ്പിയർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് 2/5 mr² ആണ്. 2/5 mr². ഇതിന് സിമെട്രി കൊണ്ടുള്ളത് കൊണ്ട് തന്നെ ഓഫ് ഡയഗണൽ ടേംസ് XZ അതുപോലുള്ള ടേമുകളെല്ലാം എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഐ എഴുതി കഴിഞ്ഞാൽ എന്തേ വരുള്ളൂ? IXX 0 0 0 IYY 0 0 0 IZZ മാത്രമേ വരത്തുള്ളൂ. ഇതിന് വാല്യൂ കൊടുക്കുമ്പോൾ 2/5 mr² എല്ലാത്തിൽ നിന്നും പുറത്തെടുക്കാൻ പറ്റും. ബാക്കി 2/5 mr² 1 1 1. ഈ ആൻസർ കിട്ടൂലേ? കിട്ടും. സിമ്പിൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഇവിടെ നമുക്ക് വേണ്ടത്. അപ്പോൾ ചില ബോഡികളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോഡികളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ
എന്ത് ചെയ്യണം, നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. എന്നാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് അധികം ഒന്നും സോൾവ് ചെയ്യേണ്ട, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെഷൻ. നമ്മളിപ്പോൾ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് പ്രോബ്ലംസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.